ഹായ് വെൽക്കം ടു ഓൾ. നമുക്കിന്നിവിടെ ഒരു കോഡിങ്ങിൻ്റെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുകയാണ്. നമുക്കിതെങ്ങനെയാണ് സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കി നോക്കാം. ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്നതെന്ന് പറയുമ്പം ഇഫ് GNRTAGZONQMP സ്റ്റാൻഡ് ഫോർ സിയോൾ ഒളിമ്പിക് ഓർഗനൈസിംഗ് കമ്മിറ്റി. അത് കഴിഞ്ഞിട്ട് ഹൈറ്റോ GNREMF സ്റ്റാൻഡ് ഫോർ സമ്മർ ഒളിമ്പിക് ഗെയിംസ്. അത് കഴിഞ്ഞിട്ട് ESMSDR ഹൈറ്റോ സ്റ്റാൻഡ് ഫോർ മോഡേൺ ഗെയിംസ് ഹിസ്റ്ററി. വാട്ട് വുഡ് ബി ദി കോഡ് ഫോർ സമ്മർ? നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് സമ്മറിൻ്റെ കോഡാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു പ്രോബ്ലം വന്നിട്ട് ആദ്യം ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ തന്നിട്ടുള്ള കാര്യം ജസ്റ്റ് ഒന്ന് എടുത്തെഴുതുക. അതിൻ്റെ കോഡും തന്നിട്ടുള്ളതും ജസ്റ്റ് ഒന്ന് നമ്മൾ എടുത്തെഴുതുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ട ഏതായിരുന്നു? സമ്മറാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ സമ്മർ എവിടെ വന്നിട്ടുള്ളത്? ഇവിടെ വന്നിട്ടുണ്ട്. അതിൻ്റെ സമ്മറിൻ്റെ കോഡ് എന്ന് പറയുമ്പോൾ ഈ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ഒന്നായിരിക്കും എന്ത് സമ്മറിൻ്റെ കോഡ് വരിക. അപ്പോൾ ഇത് മൂന്നെണ്ണത്തിൽ ഏതാ കോഡ് വരുന്നത് നമ്മൾ കണ്ടെത്തണം. അതാണ് നമ്മുടെ ടാസ്ക് വന്നിട്ടുള്ളത് ഈ പ്രോബ്ലത്തിൽ. നമ്മളിത് മൂന്നൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ കാണാൻ സാധിക്കും? ഹൈറ്റോ 2 ഇതിലും കോമൺ ആയിട്ട് വന്നിട്ടുണ്ട്. അതായത് സെക്കൻഡിലും തേർഡിലും ഹൈറ്റോ കോമൺ ആണ്. അന്നേരം അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള രണ്ട് ഒറിജിനൽ വേർഡ്സും കോമൺ ആയിരിക്കുമല്ലോ. അന്നേരം ഒറിജിനൽ വേർഡ്സ് തരുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഗെയിംസ് രണ്ടിലും കോമൺ. ഗെയിംസ് രണ്ടിലും കോമൺ ആയതുകൊണ്ട് നമ്മുടെ ഹൈറ്റോ എന്ന് പറയുമ്പോൾ എന്താണ്? ഗെയിംസ് ആണ്. മനസ്സിലായില്ലേ? അടുത്ത നമുക്ക് ഇനി EMFൻ്റെയും കൂടെ കണ്ടുപിടിക്കണം. EMFോ GNRോ ഏതെങ്കിലും കോമൺ ആയിട്ട് വരുന്നുണ്ടോ നോക്കി നോക്കാം. അപ്പോൾ ഫസ്റ്റത്തെ സെക്കൻഡും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കോമൺ ആയിട്ട് വരും? GNR കോമൺ ആയല്ലോ. GNR കോമൺ ആണ്. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് വേർഡ്സ് ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ സിയോൾ ഒളിമ്പിക് ഓർഗനൈസിങ് കമ്മിറ്റി വരുന്നുണ്ട്. പിന്നെ ഒളിമ്പിക് രണ്ടിലും കോമണാണ്. മനസ്സിലായില്ലേ? ഒളിമ്പിക് രണ്ടിലും കോമൺ ആയതുകൊണ്ട് ഒളിമ്പിക്കിൻ്റെ കോഡ് എന്താണ് വരിക? GNR വന്നു. ഒളിമ്പിക്കിൻ്റെ കോഡ് GNR വന്നു. ബാക്കി EMF മാത്രമാണ് റിമൈനിങ് ഉള്ളൂ. അന്നേരം EMF എന്തായി? EMF സമ്മറിൻ്റെ കോഡ്. നമ്മുടെ ആൻസർ എന്ന് പറയുമ്പോൾ EMF ആണ് നമ്മുടെ ആൻസർ. അതായത് ഓപ്ഷൻ 2 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.